ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്തായി നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്തായി എന്ന് നോക്കാം. അപ്പോൾ സച്ചിയും കൂട്ടുകാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. അപ്പോൾ അവിടുന്ന് സച്ചി പോലീസിനോട് പറയുകയാണ്, സാർ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളെ വെറുതെ കാറിൽ കഞ്ചാവ് വെച്ച് ചതിച്ചതാണ്, എന്നെ പ്രത്യേകിച്ച് ചതിച്ചതാണ് എന്നാണ് സച്ചി പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കിട്ടേണ്ടത് കാറിൻ്റെ ചാവിയാണ്. ആ പോലീസുകാരൻ ചാവി കൊടുക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോലീസിനെ തല്ലി എന്നുള്ള പേരിൽ ചാവി കൊടുക്കുന്നില്ല. അപ്പോൾ സച്ചിനെ കൊണ്ട് പറയാവുന്നിടത്തോളം പറയുകയാണ്, സാർ എൻ്റെ ചാവി തരണം സാർ. അപ്പോൾ സാർ പറയാണ്, കഞ്ചാവ് വെച്ചവനെ നീ കണ്ടുപിടിക്ക്, എന്നിട്ട് കോടതിയിൽ അവനെ ചൂണ്ടിക്കാണിക്ക്, അപ്പം നിനക്ക് കീ കിട്ടും സാർ, പ്ലീസ് സാർ. അപ്പോൾ പോലീസ് പറയാണ്, ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇവനെ കാണുമ്പോൾ തന്നെ എൻ്റെ കൈ തരിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പോകുന്നതാണ് നല്ലത്, കൂട്ടിക്കൊണ്ട് പോയിവനെ സാർ, സാർ പ്ലീസ് സാർ. അപ്പോൾ നമ്മളെ ശ്രീകാന്ത് പറയാണ്, ഏട്ടൻ വന്നേ നമുക്ക് പോകാം, ഇവരോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ സച്ചി പറയാണ്, എനിക്കെൻ്റെ കാറ് വേണേടാ, നമുക്ക് നോക്കാം, ഏട്ടൻ വന്നേ. അപ്പോൾ രേവതി പറയാണ്, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രേവതി അവൻ്റെ കൈ പിടിച്ച് പോകാൻ ഇറങ്ങുകയാണ്. രണ്ടുപേരും അപ്പുറം ഇപ്പുറമായിട്ട് സച്ചിയെ പിടിച്ചിട്ടുണ്ട്, രേവതിയും നമ്മളെ ശ്രീകാന്തും കൂടിയിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ നന്നായിട്ട് കിട്ടീന് പോലീസിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പറയാണ്, സോറി രേവതി, ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അപ്പോൾ രേവതി പറയുന്നത്, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നിങ്ങളതിനത് വെറുതെ സോറി പറയുന്നതെന്ന്. അപ്പോൾ അവളുടെ അനിയത്തി പറയാണ്, സച്ചിയേട്ടനെ ചതിച്ചതാണ് അവർ എന്ന്. രേവതിയുടെ അനിയത്തി പറഞ്ഞല്ലോ അവർ ചതിച്ചതാണെന്ന്. അപ്പോൾ സച്ചി പെട്ടെന്ന് കയറി ചോദിക്കുകയാണ്, ആരാ എന്നെ ചതിച്ചത് എന്ന്. അപ്പോൾ രേവതി പ്രശ്നമൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, അത് കാറ് ഓട്ടം വിളിച്ചില്ലേ, അവർ ചതിച്ചതാ എന്നാ പറഞ്ഞതാ അല്ലേ ദേവു, അവരെ പറ്റി പറഞ്ഞതാ. അപ്പം സച്ചി, ഏതായാലും എൻ്റെ കാർ എനിക്ക് നഷ്ടപ്പെടും, കേസ് കോടതിയിലെത്തിയാൽ എൻ്റെ കാർ എനിക്ക് തിരിച്ചു കിട്ടില്ല. അവൻ തിരിഞ്ഞു നിന്നവൻ്റെ കാർ തന്നെ നോക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിനും രേവതിക്കും ഒക്കെ വിഷമമായി നല്ല. അവൻ തിരിഞ്ഞു പോയി, അവന് സങ്കടം അടക്കാൻ വയ്യ. അവൻ തിരിഞ്ഞു പോയി കാറിൻ്റെ അടുത്ത് പോയിട്ട് കാറിന് തടവുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തലയും വെച്ച് അവൻ കാറിൻ്റെ മുകളിൽ തല വെച്ച് കിടക്കുകയാണ്. അവൻ്റെ കാറ് അവന് എല്ലാമാണ്. കാരണം എന്ന് വെച്ചാൽ കാറ് എന്തെങ്കിലും സംഭവിച്ചാൽ അവന് ഒരുപാട് വിഷമാകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കാറിനെ പറ്റി അവന് വല്ലാത്തൊരു വിഷമമുണ്ട്, കാറ് കിട്ടാത്തതിൽ. അതിൻ്റെ പേരിൽ അവന് വല്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ ഒരു വനിതാ പോലീസ് അങ്ങോട്ട് വരികയായിരുന്നു. അപ്പോഴാണ് രേവതി പറയുന്നത്, മേഡം വളരെ ഉപകാരമുണ്ട് മേഡം അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു വഴി നോക്കിയത് എന്ന് പറയാണ്. ഇനി ഇങ്ങനെ എടുത്തു ചാടി ആരെയും ഇടിക്കരുത് എന്ന് പറയണം. കാറ് തിരികെ കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് മേഡം? കാർ അവർക്ക് തരാവുന്നതേ ഉള്ളൂ, പക്ഷെ അവർ കാറിന് വേണ്ടിയിട്ട് കളിപ്പിക്കുകയാണ്. SIക്ക് എന്തെങ്കിലും കാശ് കൊടുത്താൽ മതി, അപ്പോൾ കാർ വിട്ടു തരും. അപ്പോൾ സച്ചി ഉടനെ, കൈക്കൂലി കൊടുക്കാനോ? അതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് കാറ് വേണോ വേണ്ടയോ? അപ്പോൾ വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇതൊക്കെ ഇവിടെ എപ്പോഴും നടക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ കാറ് തിരികെ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. ആലോചിച്ച് തീരുമാനമെടുക്ക് എന്ന് പറഞ്ഞ് അവർ പോയി അവിടുന്ന്. അപ്പോൾ സച്ചി ചെറിയ കൊച്ചു കുട്ടിൻ്റെ മാതിരി അവിടുന്ന് കാറിനെ ചുറ്റിപ്പറ്റി കളിക്കുകയും സങ്കടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യാണ്. അപ്പോഴാണ് സച്ചിയുടെ അമ്മ വിളിക്കുന്നത്, ശ്രുതിയെ. അപ്പോൾ അവൾ ഫോൺ എടുത്തിട്ട് പറയാണ്, ശ്രുതിയുടെ അമ്മയാണ് വിളിക്കുന്നത്. അപ്പോൾ മറ്റേ ഫ്രണ്ട് പറയാണ്, ഫോൺ എടുത്ത് നോക്ക്. ഹലോ ആൻറ്റി, കല്യാണം ക്ഷണിക്കാനായിട്ട് ആൻറ്റിയുടെ നാട്ടിൽ പോയില്ലേ? തിരിച്ചെത്തിയോ ആൻറ്റി? ഇപ്പം എത്തിയതേ ഉള്ളൂ മോളെക്കുറിച്ച് ഞാൻ അവിടെ എല്ലാവരോടും പറഞ്ഞു. ആൻറ്റിയോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ആൻറ്റി കാരണം എൻ്റെ ലൈഫ് മാറി. വിവാഹം വേണ്ടെന്ന് വെച്ചതായിരുന്നു ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാൻ കാരണം തന്നെ ആൻറ്റിയാ. ഞാനോ? അതെ, ആൻറ്റി തന്നെ. നല്ല ഹസ്ബൻഡിന് പെണ്ണിനെ കിട്ടും, പക്ഷേ നല്ല അമ്മായിയമ്മയെ കിട്ടണമെന്നില്ല. ആൻറ്റിയെ കണ്ടപ്പോൾ നല്ല അമ്മായിയമ്മയായിട്ടല്ല, നല്ല അമ്മയായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ആൻറ്റിയെ പോലെ ഒരു അമ്മയെ കിട്ടിയാൽ അത് വിവാഹം മണ്ടത്തരാണെന്ന് തോന്നിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് തന്നെ സമ്മതിച്ചത്. മോളെ പോലൊരു മരുമകളെ എനിക്ക് മരുമകളായിട്ട് കിട്ടിയത് ഞാനൊരു ഭാഗ്യവതിയല്ലേ. താങ്ക്സ് ആൻറ്റി. എന്തിനാ നന്ദി പറഞ്ഞേ? മോള് അമ്മയാണെന്നല്ലേ പറഞ്ഞത്, അമ്മയോട് മക്കൾ നന്ദി പറയുമോ? അതിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ അച്ഛനും ഇരുന്ന് അമ്മ പറയുന്ന സംസാരത്തിൻ്റെയൊക്കെ ഇടയിൽ വന്നിട്ട് അച്ഛനും ഇരുന്നിട്ട് എല്ലാം ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, നാളെ താലിമാലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ദിവസമാണ്, മോളും കൂടി വരണമെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. മോൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണ സാരി സെലക്ട് ചെയ്യാം, ക്യാഷൊന്നും നോക്കണ്ട. ആൻറ്റി ചെറിയ വിലയുള്ള സാരി വാങ്ങിച്ചാൽ മതി, എന്തിനാ വെറുതെ കാശ് കളയുന്നത്?
ആൻറ്റിയുടെ അനുഗ്രഹം എനിക്ക് ഏറ്റവും വലുത്. അതിനപ്പുറം ഞാൻ വേറെ ഒന്നിനും വില കൊടുക്കുന്നില്ല. പുതിയ കല്യാണ സാരി വാങ്ങിക്കണമെന്നൊന്നുമില്ല. ആൻറ്റിയുടെ കല്യാണത്തിനുള്ള സാരി എനിക്ക് തന്നാലും മതി. അത് ധരിച്ചാൽ ആൻറ്റിയെപ്പോലെ നല്ല അമ്മയും മരുമകളും ഭാര്യയും ഒക്കെ ആവാൻ വേണ്ടിയിട്ട് എനിക്കും കഴിയും. അതൊന്നും വേണ്ട മോളെ, നല്ല സാരി തന്നെ വാങ്ങണം. ഞാനൊരു സാധാരണ ബസ് ഡ്രൈവറെയാണ് കല്യാണം കഴിച്ചത്. മോൾ അതുപോലെയാണോ? ഭാവിയിലൊരു കമ്പനിയുടെ മേധാവിയല്ലേ മോള് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാലും നല്ല ഭാര്യയും നല്ല മരുമകളും ഒക്കെ ആവാൻ എനിക്ക് കഴിയും. മോള് വില കൂടിയ കല്യാണ സാരി തന്നെ ധരിക്കണം. ശരി ആൻറ്റി, അപ്പം നാളെ കാണാം. അമ്മയും മരുമകളും കൂടി നല്ല സുഖിപ്പിച്ചില് ഫോൺ വെച്ച്. ശ്രുതി, വില കൂടിയ കല്യാണ സാരി നീ കണ്ടുവച്ചിട്ടില്ലേ? പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ശ്രുതി, കുറച്ചു നേരം അവർ സന്തോഷിക്കട്ടെ, പിന്നെ എന്നെക്കുറിച്ചുള്ള മതിപ്പും കൂടുമല്ലോ. അമ്പടി ഗേമി. അമ്മ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ശ്രുതിയുടെ സംസാരം കേട്ടിട്ട് എന്തൊരു നല്ല മരുമകളാ, അവളെ കിട്ടിയത് തന്നെ നമ്മൾക്ക് ഭാഗ്യമാണ്. അച്ഛൻ വരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. അപ്പോഴാണ് ശ്രുതി മുകളിൽ നിന്ന് താഴേക്ക് വന്നത്. അമ്മയെ വിശക്കുന്നു വല്ലാതെ, എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? ഭക്ഷണം തരാം, നിങ്ങളും വാ ഭക്ഷണം കഴിക്ക്. ഇനി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് തരാനാവില്ല. അല്ലെങ്കിൽ നീ ഭക്ഷണം വിളമ്പി തന്നിട്ടില്ല ഞാൻ ഇവിടുന്ന് കഴിക്കാറ്. ശ്രുതി, നീ പോയി കൈ കഴിയിട്ട് വാ അവനെ. അപ്പോഴാണ് ഒരു ഓട്ടോയിൽ വന്ന് സച്ചിയും ഭാര്യ രേവതിയും ശ്രീകാന്തും വന്ന് ഇറങ്ങിയത്. അവർ ശ്രീകാന്തും രേവതിയും അപ്പുറവും ഇപ്പുറവും സച്ചിയെ പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അച്ഛൻ ഓടിപ്പോയിട്ട് പറയാണ്, സച്ചി എന്താടാ മോനെ, എന്താ പറ്റിയത്? എടാ എന്താ നിനക്ക് പറ്റിയത്? വല്ലയിടത്തും വീണോ എന്ന് പറഞ്ഞ് അച്ഛൻ. അപ്പോൾ രേവതി മെല്ലെ പതുക്കെ അവിടെ ഇരുത്തുകയാണ് അവനെ. എടാ ആക്സിഡൻ്റ് എന്തെങ്കിലും ഉണ്ടായോ? അല്ല, പോലീസുകാർ തല്ലിയതാ. പോലീസുകാർ തല്ലിയെന്നോ? ഇങ്ങനെ തല്ലിച്ചതക്കാൻ മാത്രം നീ എന്ത് തെറ്റാ ചെയ്തത്? അച്ഛൻ ടെൻഷനാവൊന്നും വേണ്ട. നീയും രേവതിയും അമ്മയുടെ അടുത്തായിരുന്നില്ലേ? പോലീസുകാർ ഇങ്ങനെ തല്ലാൻ മാത്രം തമ്മിൽ എന്താ പ്രശ്നം ഉണ്ടായത്? അപ്പോൾ അമ്മ, ആദ്യമായിട്ടാണോ ഇതൊക്കെ? പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊക്കെയെന്ന്. ഇവൻ ആരെങ്കിലും അടിച്ചു കാണും. അപ്പോൾ പോലീസ് ഇവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി നന്നായിട്ട് അടിച്ചു കാണും. അപ്പം അച്ഛൻ, ഇവനെ പോലീസുകാർ അടിച്ചെന്ന് പറഞ്ഞിട്ട് നീ ആഘോഷിക്കുക? ഒരല്പം മര്യാദയ്ക്ക് സംസാരിച്ചൂടെ നിനക്ക്? അപ്പം സച്ചി, അച്ഛാ, സ്നേഹം ഉണ്ടെങ്കിലല്ലേ കനിവുണ്ടാവുള്ളൂ. എന്നാ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് അവന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അച്ഛൻ പറയാണ്, എന്താ ഉണ്ടായത് നീ പറ. അപ്പോൾ അവൻ പറയാണ്, എൻ്റെ കാറ് മഹേഷാണല്ലോ ഓടിച്ചിരുന്നത്. അപ്പോൾ ഓട്ടം വിളിച്ച 2 പേര് അതിൻ്റെ അകത്ത് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചു. അതിൻ്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ, അന്നുണ്ടായ സംഭവങ്ങളൊക്കെ അച്ഛനോട് അവൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മൗനമായിട്ട്. അവനെ ഇറക്കി കൊണ്ടുവന്നതും കാർ അവരെ പിടിച്ചു വെച്ചതും അതിന് എത്ര ലക്ഷം റുപ്യ ആവശ്യപ്പെട്ടതും മറ്റും എല്ലാം അവൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, രേവതി, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങളെന്താ എന്നെ വിളിക്കാതിരുന്നത്? അപ്പം രേവതി, അത് പിന്നെ അച്ഛാ. അപ്പോൾ അമ്മ ഇടയ്ക്ക് കയറി പറയാണ്, പോലീസിൻ്റെ മേലിൽ കൈവച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയിരിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവനെ എങ്ങനെ പുറത്ത് വിട്ടത്? അമ്മ ചോദിക്കുക. അപ്പോൾ രേവതിയുടെ അനിയത്തി പറയാണ്, ശ്രീകാന്തിൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഇറങ്ങാൻ പറ്റിയത്. അവൾ ASPയുടെ ഒരു മകൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ASPയുടെ ഭാര്യ വിളിച്ച് പറഞ്ഞിട്ടാണ് വിട്ടയച്ചത്. അതുകൊണ്ടാണ് ഏട്ടനെ വെറുതെ വിട്ടത്, അല്ലെങ്കിൽ ഏട്ടൻ ജയിലിൽ പോയേനെ. അപ്പോൾ അച്ഛൻ, ദൈവഭാഗ്യമാണ്. എടാ നീ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? നിനക്ക് അവിടെ തന്നെ നിന്നിട്ട് നീ എന്നെ വിളിച്ച് പറഞ്ഞാൽ പോരെ? ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കില്ലായിരുന്നോ? നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. കാര്യം ഇന്നലെ രാത്രി നിങ്ങൾക്ക് ശാന്തി മുഹൂർത്തം കുറിച്ചിരുന്നല്ലേ? അത് ഒഴിവാക്കിയിട്ട് നിങ്ങളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അവിടെ തന്നെ പോകാമായിരുന്നില്ലേ? അപ്പം അമ്മ, അപ്പം ഇവർക്കിടയിലൊന്നും നടന്നിട്ടില്ല. അച്ഛ, എൻ്റെ കാറ് പോലീസ് കസ്റ്റഡിയിലാണ്. ഞാൻ പിന്നെ എങ്ങനെ അവിടെ നിൽക്കും? എൻ്റെ കൂടെ തന്നെ ഇവളും ഇറങ്ങി വന്നു. അത് വിടച്ചാ, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നിനക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അത് വിടച്ചാ, ഏട്ടനെ മാത്രമേ പോലീസ് വിട്ടുള്ളൂ, കാറ് വിട്ടില്ല. കാറ് വിട്ടതാണെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ കേസ് കോടതിയിലെത്തും, പെട്ടുപോകും. അപ്പോൾ പോലീസുകാർ കളിക്കുകയാണ് അല്ലേ? അപ്പോൾ ശ്രുതി ഇടയിൽ കയറി പറയാണ്, കേസ് കോടതിയിൽ എത്തട്ടെ അച്ഛാ, അല്പം വൈകിയാണെങ്കിലും കാറ് കിട്ടുമല്ലോ. നീ എന്നെ ജയിലിൽ കിടത്തിയേ അടങ്ങുമല്ലേ? മിണ്ടാതിരിക്കടാ. ഈ വിഷയത്തിൽ നീ ഇടപെടണ്ട. കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവരെൻ്റെ കാറ് വിട്ടുതരും. ഈ രാത്രിയിൽ തന്നെ എനിക്ക് 1 ലക്ഷം രൂപ വേണം. 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ എവിടെ പോകാനാ ഏട്ടാ? ശ്രീകാന്ത് പറയാണ്. ബൈക്കിൻ്റെ RC ബുക്ക് പണയം വെച്ച് നമുക്ക് 1 ലക്ഷം രൂപ വാങ്ങിക്കാം, കിട്ടുന്ന പൈസ വാങ്ങിക്കാം. ബാക്കി പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. അച്ഛൻ പറയാണ്, അതൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ നിൻ്റെ പേരിൽ ഒരുപാട് കടങ്ങളുള്ളതാണ്, അതിൻ്റെ കൂടെ ഇതും കൂടി
അപ്പം അച്ഛൻ തിരിഞ്ഞു നിന്ന് ചന്ദ്രയോട് പറയാണ്, ചന്ദ്രേ, അമ്മ തന്ന കാശില്ലേ നിൻ്റെ കയ്യിൽ, അതിൽ നിന്നും 1,00,000 രൂപ എടുത്തു കൊടുക്ക്. പോയി എടുത്തിട്ട് വാ. എന്താ നിങ്ങൾ കളിക്കുക? സുധിയുടെ കല്യാണ ആവശ്യത്തിന് വെച്ച കാശാ അത്. ഇവനൊക്കെ ഓരോ പണി ഒപ്പിച്ച് വന്നിട്ട് അതിനൊക്കെ എൻ്റെ കാശ് കൊടുക്കണമെന്നോ? അത് തരാൻ പറ്റില്ല, ഞാൻ എൻ്റെ ക്യാഷ് തരില്ല. ചന്ദ്രേ, സച്ചിക്ക് ഇപ്പം എന്തായാലും കാശിന് ആവശ്യമുള്ളതാ. അപ്പം നമ്മളെ കയ്യിൽ പൈസ വെച്ചിട്ട് കാശ് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ആവശ്യമുണ്ടോ? കൈനീട്ടുന്നെങ്കിൽ നീട്ടട്ടെ, അതിന് ഞാനെന്ത് വേണം? എൻ്റെ മോൻ്റെ കല്യാണമാണ് എനിക്ക് മുഖ്യം. അതിൽ നിന്ന് ഞാൻ ഒരു പൈസ പോലും തരില്ല. അതിനെന്നോട് ചോദിക്കുകയും വേണ്ട. അപ്പോൾ സച്ചി പറയുന്നത് കേട്ടാൽ തോന്നും അമ്മ സമ്പാദിച്ച കേശാണെന്ന്. സച്ചി പറയാണ്, അതെൻ്റെ അച്ഛമ്മയുടെ കാശാണ്. അപ്പോൾ അമ്മ പറയുന്ന, ആ കാശ് എൻ്റെ കയ്യിൽ ചുമ്മാതെ വന്നതല്ല. ഇതിനു വേണ്ടി ഞാൻ മാടിനെ പോലെ കഴിഞ്ഞിരുന്നു. എങ്ങനെ? 4 കാലിൽ നടന്നിരുന്നോ മാടിനെ പോലെ? അപ്പോൾ അമ്മ അതുമാത്രമല്ല ചെയ്തത്, 2 ദിവസം അവിടുത്തെ വീട്ടുജോലി മുഴുവനും ഞാനാണ് ചെയ്തത്. ഞാനവിടെ ചെയ്യാത്ത പണി എന്താ ഉള്ളത്? ചാണക വെള്ളം പോലും തൊട്ടതാ. കാശ് കിട്ടാൻ വേണ്ടിയാണല്ലോ അതൊക്കെ ചെയ്തത്. അതേടാ, അതിനു വേണ്ടി തന്നെയാണ് ചെയ്തത്. അതിനിപ്പോൾ എന്താ വേണ്ടേ? അമ്മേ, കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ, അത് ഇന്ന് തന്നെ എടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും അമ്മേ. ശ്രീകാന്ത് പറയാണ്. പ്രശ്നമാവട്ടെ, അതിവൻ്റെ തലയിലെഴുത്താ. ചിലർ കാലെടുത്ത് വെച്ചാൽ അങ്ങനെയാ, നീ അനുഭവിക്കടാ. ഇവൻ കല്യാണം കഴിച്ചതാ ഈ കഷ്ടകാലത്തിന് കാരണം. അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ? അപ്പോൾ രേവതിയുടെ അനിയത്തി ചോദിക്കുകയാണ്, നിങ്ങൾ ചേച്ചിയെ ഉദ്ദേശിച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടി ചേച്ചിയാ കാരണം? അപ്പോൾ അമ്മ പറയാണ്, എന്താടി നീ ഒച്ച വെക്കുന്നത്? നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? അപ്പോൾ രേവതിയുടെ അനിയത്തി പറയാണ്, നിങ്ങൾ എന്താ കരുതിയത്? അപ്പോൾ രേവതി പറയാണ്, അയ്യോ വേണ്ട രേവു, അടങ്ങിയേക്ക്. രേവു ഒന്ന് നിർത്ത്. അപ്പോൾ രേവതിയുടെ അനിയത്തിയോട് അമ്മ പറയാണ്, നിന്നോടാരാടി ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി പറഞ്ഞത്? അപ്പോൾ അച്ഛൻ, ചന്ദ്രേ, വേണ്ടപ്പെട്ടവർക്കൊരു പ്രശ്നം വരുമ്പോൾ വേണ്ടപ്പെട്ടവർ കൂടെ നിൽക്കും. എല്ലാവരും നിന്നെ പോലെയല്ല. എങ്കിൽ പിന്നെ കാശ് അവളോട് കൊടുക്കാൻ വേണ്ടി പറ. അപ്പോൾ അച്ഛൻ, ദേ ചന്ദ്രേ, നിങ്ങളെ കാശ് എനിക്ക് വേണ്ട. മേലിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് രേവതിയെ വിഷമിപ്പിക്കരുത്. അറിയാലോ എന്നെ. അച്ഛാ, അത് വിട്, ഞാൻ RC ബുക്ക് വെച്ചിട്ട് കാശ് വാങ്ങിച്ചോളാം. ചന്ദ്രേ, മര്യാദയ്ക്ക് പോയി കാശ് എടുത്തുകൊണ്ട് പോവാ. അപ്പോൾ ചന്ദ്ര, കാശ് തരില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അമ്മയുടെ കാശാ, അതിന് ഇവനും അവകാശമുണ്ട്. ക്യാഷ് കൊടുക്കുന്നതാ നിനക്ക് നല്ലത്. എൻ്റെ സുധിയുടെ കല്യാണം എനിക്ക് പ്രശ്നം, അതുകൊണ്ട് ഞാൻ കാശ് തരില്ല. ചന്ദ്രേ, അച്ഛൻ ഒച്ച വെച്ച് വിളിച്ചു. ചന്ദ്രേ, എഴുന്നേൽക്കടി. എഴുന്നേൽക്കാനാ പറഞ്ഞേ. അപ്പോഴെന്നെ അവർ എഴുന്നേറ്റു. നിൻ്റെ അച്ഛൻ സമ്പാദിച്ച കാശിനല്ല ഞാൻ ചോദിച്ചത്, എൻ്റെ അമ്മ അധ്വാനിച്ചുണ്ടാക്കിയതാ, പോയി എടുത്തുകൊണ്ട് പാടി. അപ്പോൾ സുധി പറഞ്ഞു, അമ്മേ, ക്യാഷ് എടുത്തു കൊടുത്തേക്ക്. അല്ലടാ, നിൻ്റെ കല്യാണത്തിനുള്ളതല്ലേ അത്. അതൊന്നും സാരമില്ല അമ്മേ, അമ്മ കാശ് എടുത്ത് കൊടുത്തേക്ക്. നിന്നോട് പോയിട്ട് എടുക്കാനാ പറഞ്ഞത്, ചെല്ല്. വേണ്ടായിരുന്നു അച്ഛാ, ഞാൻ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും. അതൊന്നും നീ ആലോചിക്കണ്ട, നീ അവിടെ ഇരിക്ക്. അപ്പോഴേക്കും അമ്മ ക്യാഷുമായിട്ട് എത്തി. അപ്പോൾ അച്ഛൻ പറയാണ്, മോളെ രേവതി, നീ ആ കാശ് മടിക്ക്, കൊടുക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് അമ്മ അവളുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ രേവതി അമ്മയുടെ മുഖത്ത് തന്നെ നോക്കുകയാണ്. രണ്ടുപേരും പരസ്പരം തന്നെ നോക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, സച്ചി, നീ പോയിട്ട് ആ കാറ് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വാ. അപ്പോൾ തന്നെ അവനെ എഴുന്നേറ്റു. പതുക്കെ എന്ന് പറഞ്ഞ് അവനെ രണ്ടുപേരും അപ്പുറം ഇപ്പുറം പിടിച്ചിട്ടാണ് കൊണ്ടുപോയത്. സാർ, ഇതാ കാശ്. കറക്റ്റായിട്ടുണ്ടല്ലോ. ആ, സാറ് എണ്ണി നോക്കിക്കോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാറേ, കാറിൻ്റെ കീ തരാടോ, താൻ വെപ്രാളപ്പെടാത്തെ. അവർ കാറിൻ്റെ ചാവി കൊടുത്തു. അപ്പോൾ അതിലവൻ സന്തോഷിച്ചു. അപ്പോൾ അവന് തൃപ്തിയായി കാറിൻ്റെ ചാവി കിട്ടിയതിൽ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.